താനും ആത്മഹത്യ ചെയ്യുമെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഷെമി താൻ ഇളയ മകന്റെ കൂടെ പോകും എന്ന് ഷെമി പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. ഇളയ മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ഇന്നലെ മുതൽ ഷെമിയുടെ ആരോഗ്യനില വഷളായി. അതിനിടെ കേസിലെ പ്രതി അഫ്ഫാൻ പോലീസ് കസ്റ്റഡിയിലേക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചോദ്യം ചെയ്യലിന് അഫ്ഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, വലിയ അസ്വസ്ഥതയും ഒപ്പം വലിയ വൈകാരികവുമായ പ്രതികരണമാണ് ഉമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു 4-5 ദിവസം കഴിഞ്ഞാണ് ഇളയ മകൻ അഫ്സാൻ മരിച്ചത് അമ്മയെ അറിയിച്ചത് മുതൽ അവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് എന്താണ് ബന്ധുക്കളും ഡോക്ടർമാരും ഒക്കെ പറയുന്നത്? ഏറ്റവും ഒടുവിലെ അവരുടെ പ്രതികരണത്തെയും അഫ്ഫാന്റെ ദേഹാസ്വാസ്ഥ്യവും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി. സൈഫുദ്ദീൻ, ഈ കൂട്ടക്കൊല നടന്നതിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ബോധം തെളിയുമ്പോൾ ഈ കേസിലെ പ്രതി അഫ്ഫാന്റെ മാതാവ് ഷെമി ആദ്യം തിരക്കിയത് തന്റെ രണ്ടാമത്തെ മകൻ അഫ്സാനെയായിരുന്നു. അഫ്സാനും മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ആ ഘട്ടത്തിൽ പറയാൻ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല. പിന്നീട് ഗുരുതരമായ കടുത്ത കരുതലോടെ സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരുടെ അടക്കം ജാഗ്രതാപൂർവ്വമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ അഫ്സാന്റെ മരണവിവരം ഷെമിയെ അറിയിച്ചത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ അതിനോട് വളരെ ദുഃഖത്തോടെ തന്റെ മകൻ പോയി എന്ന് ഇടറിയ ശബ്ദത്തിൽ പ്രതികരിച്ച ഷെമി പിന്നീട് ആരോഗ്യസ്ഥിതി മോശമാകുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. ഇന്ന് രാവിലെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം താനും മകന്റെ കൂടെ പോകും എന്നുള്ളൊരു പ്രതികരണം ഷെമിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. ആ രീതിയിൽ ബന്ധുക്കൾ അതിനെ കാണുന്നത് ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത ആശുപത്രിയിലും ബന്ധുക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം സാമ്പത്തികമായ കാരണങ്ങളാൽ ഷെമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് നിലവിൽ ബന്ധുക്കൾ ആലോചിക്കുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ്. ഇത് വലിയ ചിലവ്, ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ ചിലവ് ബന്ധുക്കൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബം ഈ ചികിത്സയുടെ ചെലവ് കൂടി താങ്ങാനാവാത്ത സാഹചര്യം വരുന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കൊണ്ട് ചികിത്സ തുടരാനാണ് ആലോചിക്കുന്നത്. ഏതായാലും ഷെമിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ താരതമ്യേന മോശപ്പെട്ടു വരുന്നു എന്ന വിലയിരുത്തലാണ് പോലീസ് നടത്തുന്നത്. കടുത്ത ജാഗ്രത മെഡിക്കൽ കോളേജിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. അതേസമയം ഇന്ന് തെളിവെടുപ്പ് നടത്താനായിരുന്നു പ്രതി അഫ്ഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പാങ്ങോട് പോലീസ് ആലോചിച്ചിരുന്നത്. രാവിലെ പുലർച്ചെ തന്നെ തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. ഏതാണ്ട് 7 മണിയോടെ സിഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. എന്നാൽ രാവിലെ ഉണ്ടായ ചില സംഭവങ്ങൾ തെളിവെടുപ്പ് നീട്ടുന്നതിലേക്ക് വഴിവെക്കുകയായിരുന്നു. രാവിലെ വിലങ്ങഴിച്ച് ശുചിമുറിയിൽ കയറ്റാനായി കൊണ്ടുപോയ അഫ്ഫാൻ പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി മറിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് പോലീസ് അഫ്ഫാനെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യാ ശ്രമമാണോ എന്ന സംശയം പോലീസ് അടക്കം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഡോക്ടറുടെ പരിശോധനയിൽ ചെറിയ രക്തസമ്മർദ്ദത്തിലുണ്ടായ കുറവാണ്, തലകറങ്ങി വീണതാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ വളരെ തളർന്ന രീതിയിലാണ് അഫ്ഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഉടനടി തന്നെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കി അഫ്ഫാനെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്, സെല്ലിനുള്ളിലാണ് അഫ്ഫാൻ ഉള്ളത്. അഫ്ഫാന്റെ ആരോഗ്യനില വീണ്ടെടുത്തതിനു ശേഷം തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതേസമയം ചില പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. രാവിലെ തെളിവെടുപ്പ് നടത്താൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട് ഇനി ഉച്ചയ്ക്ക് ഈ തെളിവെടുപ്പ് നടത്തേണ്ട പാങ്ങോട്ടെ സൽമാ ബീവിയുടെ വീട് പള്ളിയുമായി, ഒരു ജുമാ മസ്ജിദുമായി ചേർന്നിരിക്കുന്ന വീടാണ്. സെല്ലിൽ വെച്ചാണ് ഇപ്പോൾ അഫ്ഫാന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടിയും വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യനില വീണ്ടെടുത്ത് ഇന്ന് തന്നെ തെളിവെടുപ്പിനായി അഫ്ഫാനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് പോലീസ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. മുഹമ്മദ് ആഷിഖാണ് വിശദാംശങ്ങൾ നൽകിയത്.